എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓപ്പോ. യൂഷ്വലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ നിങ്ങൾ എന്നെ അധികം കാണാറില്ല. ബിക്കോസ് എന്തോ ഇവിടുത്തെ ക്രിയേറ്ററിന് എന്നെയോ എൻ്റെ ഫോണുകളോ അത്ര താല്പര്യമില്ല. പക്ഷേ ഇന്നൊരു സന്തോഷകരമായ ദിവസമാണ്. ഞാൻ എൻ്റെ ഓപ്പോ K13 നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷവാനാണ് ഞാൻ. എന്താണെങ്കിലും സമയം കളയാതെ നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്യാം. ഇത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പർപ്പിൾ കളറാണ്. ഇങ്ങനെ അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ബുക്കും പേപ്പറും ഒരു പർപ്പിൾ കളർ കേസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫോൺ. ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്കിയുള്ള എച്ച് കമ്പനികളെ പോലെയല്ല 80 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സിം കുത്തി ഇളക്കാനുള്ള സിം എജക്റ്റിംഗ് ടൂള്, ടൈപ്പ് എ ടു ടൈപ്പ് സിയുടെ ഒരു കേബിളും. ഇത്രയും സാധനങ്ങളാണ്. മൈ ഡിയർ തന്തപ്പടി, ആ ശ്വാസ് കാണുന്നതിന് മുന്നേ ക്യാമറ ഓഫ് ചെയ്ത് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. അല്ല, എന്താ കാര്യം? എൻ്റെ പൊന്ന തന്തേ, നിങ്ങളെ ഫോൺ അങ്ങേർക്ക് ഇഷ്ടമല്ല. ഇവിടെ വന്നിരുന്ന് ഈ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം ചീത്ത വിളിക്കും. എടാ, പുള്ളിയെ പറഞ്ഞത് എൻ്റെ അടുത്ത് അൺബോക്സ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞോളാൻ. ശരിയും? അതെ, ശരിക്കും. അങ്ങനെ വരാൻ വഴിയുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതെ, ഇതാണ് നമ്മളുടെ മനോഹരമായ ഫോൺ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇത് നമുക്ക് ഇങ്ങനെ ഊരാൻ പറ്റും. ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഇതാണ് ലുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പർപ്പിൾ കളറും ബ്ലാക്ക് കളറും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 6th Gen 4ൻ്റെ ലേറ്റസ്റ്റ് ചിപ്സെറ്റും, അതുമാത്രമല്ല 7000 mAh ബാറ്ററി വിത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഓഫ് 80 watts ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല UFS സ്റ്റോറേജ് 3.1 ആണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഹൈ പെർഫോമൻസ് ഈ ഫോൺ വഴി കിട്ടുന്നതായിരിക്കും. പിന്നെ എനിക്ക് വെറുതെ അവൻ്റെ വായിരിക്കണ കേൾക്കണോ? അണച്ച് വെച്ചിട്ട് പോടേ. ഷൗമി, എൻ്റെ അടുത്ത് ഷസാമാണ് പറഞ്ഞത് ഈ വീഡിയോ ചെയ്തോളാനായിട്ട്. ഷാസ് പറഞ്ഞാ വീഡിയോ ചെയ്യാൻ? അതെ, തീർച്ചയായും. എന്നാ പിന്നെ ചെയ്തോ. പിന്നെയും സോറി, ഞാൻ എവിടെയാണ് പറഞ്ഞത്? 7000 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് VC വേപ്പർ കൂളിംഗ് ചേമ്പർ വരുന്നുണ്ട്. ഗ്രാഫൈറ്റിൻ്റെ ഒരു ഷീറ്റ് ലെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു OLED ഡിസ്പ്ലേ ആണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിത്ത് കളർ OS. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, 50 MP ഒരു ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അൾട്രാ വൈഡ് ഇല്ല, ടെലിഫോട്ടോ ഇല്ല. നിങ്ങൾക്ക് 4K 30 FPS സപ്പോർട്ട് ഇതിൻ്റെ ക്യാമറയിൽ വരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട് ക്യാമറ 16 MP, അതിൽ 1080p മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ വില വന്ന്, ഹലോ ആംബുലൻസ്, വേഗം വന്നാൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാം. ആംബുലൻസോ? ആരാണ് മരിക്കാൻ പോകുന്നത് മിസ്റ്റർ സാംസങ്? നീ? ഞാനോ? ഇപ്പം ആ ചെറുക്കപ്പം കയറി വരും, നിന്നെ ഈ സാധനം വെച്ചോണ്ടിരിക്കണ കാണും, അവ എടുത്തിട്ട് തല്ലിക്കൊല്ലും, നീ നമ്മളെടുത്തോണ്ട് പോകണം. അതുകൊണ്ട് നേരത്തെ ഒന്ന് വിളിച്ചതേ ഉള്ളൂ. അല്ല, എൻ്റെ അടുത്ത് ഷസാമാണ് പറഞ്ഞത് ഈ ഫോണിൻ്റെ ഈ അൺബോക്സിങ്ങും ഒരു റിവ്യൂവും പറയാനായി. ഷാസ് പറഞ്ഞു? അങ്ങനെ വരെ യാതൊരു വഴിയില്ല. എൻ്റെ M സീരീസോ A സീരീസോ ഒന്നും അവ റിവ്യൂ ആണോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം എങ്ങനെയാ നിന്റെ K സീരീസ് അവ എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ പറയണത്? അതിപ്പോൾ എനിക്ക് സാംസങ് നിങ്ങളാണ് പറഞ്ഞത് അവൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാൻ? ഞാനാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് ചെയ്തോളാം. അല്ല, യൂഷ്വലി അവന് വീഡിയോ കൊടുക്കാത്തതാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കും വിശ്വസിക്കാൻ വയ്യ. അവൻ നല്ലൊരു ഫോൺ ഇറങ്ങി, അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വീഡിയോ ചെയ്തോളാം പറഞ്ഞത്. അതൊക്കെ അത്രേ ഉള്ളൂ. സൂപ്പർ ഫോണ്. ഓ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ M സീരീസും A സീരീസും കൂടെ ഒന്ന് റിവ്യൂ ചെയ്താൽ കൊള്ളായിരുന്നു. നിൻ്റെയൊക്കെ M സീരീസ് A സീരീസ് അല്ലേ? ആ എച്ചിനോസ് ആദ്യം മാറ്റി, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടാ. എക്സിനോസ് മാറ്റണല്ലേ? നടക്കില്ല. അപ്പോൾ നടക്കട്ടാ, നീ റിവ്യൂ ചെയ്തോ. ശരി എന്നാ. ഓ ശരിയാടേ. ഓപ്പോ ബാക്കി ഞാൻ പറഞ്ഞോളാം, നീ വിട്ടോ. ആയിക്കോട്ടെ ബ്രോ. അപ്പോൾ എനിക്ക് പോണതിന് മുന്നേ പറയാനുള്ളത്, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 17,999 രൂപയാണ്. അണ്ടർ 20K. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ. ഞാൻ പോകുന്നു. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഓപ്പോ K13 20,000 താഴെ ഒരു ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് ഈ ഫോൺ ഫീൽ ചെയ്തത്. ഞാൻ വളരെ ഷോക്കിലാണ് ഗൈസ്. യൂഷ്വലി ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് സ്പെക്ക് ഷോവും പ്രൈസ് കൂടുതലും ആയിരിക്കും. എസ്പെഷ്യലി അവരെ റെനോ എന്തൊരു സീരീസ് ഉണ്ടല്ലോ, അതൊക്കെ ഷോകമാണ്, ഷളിയാണ്. പക്ഷെ ഇവിടെ ദേ മെയ്ഡ് എ ഡാം ഗുഡ് പ്രോഡക്റ്റ്. എന്നാൽ ഒരു വൺ കോമഡി ഉണ്ട്. ഇത് ഓൺലൈനിൽ മാത്രം മേടിക്കാൻ പറ്റുന്നൊരു ഫോണാണ്. ഫൈനലി ഓപ്പോ ഒരു നല്ല ഫോൺ ഇറക്കിയിട്ട് അത് ഓഫ്ലൈനിൽ കൊടുക്കുന്നില്ല. ഐ ജസ്റ്റ് കാൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൂതറ ലോജിക് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു മെയിൻ സാധനം, എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് സ്പെക്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പ് ടു ബോട്ടം ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയാനകമായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, 7000 mAh ബാറ്ററി വിത്ത് 80 വാട്ടിൻ്റെ
സൂപ്പർ വൂക്ക് ചാർജർ വിത്ത് ചാർജർ ഇൻസൈഡ് ദ ബോക്സ് വിത്ത് കേബിൾ വിത്ത് കേസ് പെട്ടിയിലകത്തുണ്ട്. 0 to 100 അറൗണ്ട് 55 മിനിറ്റ്സിൽ ഫുൾ ചാർജ് ആവും. 7000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ എടുത്ത് പറയാനുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 6th Gen 4 ചിപ്സെറ്റ് വിച്ച് ഇസ് വെരി നൈസ്, which is really good, and LPDDR4X RAM with UFS 3.1 in the storage type. Read write speed, sequential speed, random read write speed എല്ലാം സെറ്റാണ് കമ്പയറിങ് വിത്ത് CMF Phone 2 Pro. പിന്നെ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വെരി ബ്രൈറ്റ് ഡിസ്പ്ലേ. അത്യാവശ്യം പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു 1300 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡൊക്കെ കിട്ടുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. കുറച്ചൊരു ഇവിടെ ഇത്തിരി ഒരു താടിയുണ്ട് കേട്ടോ. മറ്റേ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു ഇത്തിരി തടിയുണ്ട്. ഒരു ഇവിടെ വളരെ സ്ലിം വെസലും ഇവിടെ ചിന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. എന്നാൽ പോലും ഈ ഒരു പർപ്പിൾ കളർ അത്യാവശ്യം എലഗൻ്റ് ആണ്. നമുക്കൊരു ചെറിയൊരു പാറ്റേൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു പാറ്റേൺ പരിപാടി അവർ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൻ്റെ ഒരു ബ്ലാക്കും ഈ ഒരു കളറും മാത്രമാണ് വരുന്നത്. വിച്ച് ഇസ് ആക്ച്വലി റിയലി നൈസ്. തിക്നെസ് അത്യാവശ്യമുണ്ട്. 8 മില്ലിമീറ്ററിൻ്റെ എന്തോ തിക്നെസ് ആണ് വരുന്നത്. 206 grams ആണ് വരുന്നത്. അത്യാവശ്യം ഹെവി വെയിറ്റ് ആണ് ഈ സാധനം. ബാറ്ററി യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം 7000 mAh ആയതുകൊണ്ട് ഇത്തിരി ഹെവി സൈഡിൽ നിന്ന് വെൽ ബാലൻസ്ഡ് ആണ്. ആൻഡ് ഡിസ്പ്ലേ ഇസ് നൈസ്. NFC ഇല്ല. ചൈനയിലുള്ള ഈ K13 NFC വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലുള്ള സാധനത്തിന് NFC ഇല്ല. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ സോഫ്റ്റ്വെയർ ആക്ച്വലി അനിമേഷനൊക്കെ ഉള്ള വളരെ ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിലൊന്നും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ആപ്പ് ഇസ് ഓൾസോ ഗുഡ്. സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ആപ്സ് ഇസ് ഫൈൻ. ഫോട്ടോ പ്രോസസ്സിംഗ് ടൈം ഇസ് ഓൾസോ ഫൈൻ. ഫോട്ടോഗ്രാഫിയിൽ അവിടെയാണ് ഇതിനാകെയുള്ള ഒരു ഡ്രോബാക്ക്. ഒറ്റ സിംഗിൾ 50 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് OIS ഒന്നും ഇല്ല. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സൽ എന്താണ്. യു ടേക്ക് ഡീസൻറ്റ് പിക്ചേഴ്സ്. ഈ കാണുന്നതാണ് ഓപ്പോ K13 ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി. 4K 30 FPS വരെ സപ്പോർട്ടുള്ളൂ. ആൻഡ് ഡിജിറ്റൽ 2x സപ്പോർട്ട് ചെയ്യും. ഔട്ട്ഡോറിൽ ഇങ്ങനത്തെ ഒരു പരിപാടി കിട്ടും. ബാക്ക് ലൈറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ഹലോ ഗൈസ്, ഇത് 1080p വീഡിയോ ആണ്. നമ്മുടെ ഓപ്പോ K13 വെച്ചാണ് എടുത്തിരിക്കുന്നത്. ചിരിച്ച് സമാധാനമായെങ്കിൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി ഒന്ന് കാണാം. എന്താടാ ആരും എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കണ കണ്ടിട്ടില്ലേ മുടി വളർത്തിയവർ? എന്തിനാണെങ്കിലും ബാക്കിൽ ലൈറ്റ് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റ് കൺട്രോൾസാണ്. വളരെ ശോകമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണെങ്കിലും ഫ്രണ്ടിൽ ലൈറ്റ് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഫ്രണ്ട് ക്യാമറ കേട്ടോ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വലിയ കുഴപ്പം വേണ്ട എന്നുള്ളത്, അത്യാവശ്യം കുറച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ദിസ് ഫോൺ ഇസ് ഡെഫിനറ്റ്ലി ഫോർ യു. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ അവിടെ ഒരുപാട് ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ മറ്റേ അതായത് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, മറ്റേ ആ ചവറ്, അങ്ങനെ കുറേ ആപ്പുകൾ ഒക്കെ വെച്ചിട്ട് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടാണ് വരുന്നത്. പിന്നെ ദിസ് ഫോൺ ഈസ് ഫോർ സ്വിഗ്ഗി ചേട്ടന്മാർ ആൻഡ് ഊബർ ചേട്ടന്മാർ. ബിക്കോസ് ഇതുണ്ട് ഔട്ട്ഡോർ മോഡ്. ഈ ഔട്ട്ഡോർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫീച്ചേഴ്സ് എക്സ്റ്റേണലായിട്ട് കിട്ടും. അതായത് നിങ്ങൾ പുറത്ത് മറ്റേ വണ്ടിയിൽ പോകുന്നവർക്ക് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നെസ് കൂട്ടി കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോള് വരുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് തന്നെ സ്പീക്കറിലോട്ട് പോകും. മറ്റേത് നമ്മൾ സ്പീക്കർ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ സൗണ്ട് അലേർട്ട് ആംപ്ലിഫയർ, എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കോളൊക്കെ വരികയാണെങ്കിൽ സ്പീക്കറിൻ്റെ സൗണ്ടും കൂടും. ആൻഡ് ഓൾസോ ദിസ് ഹാസ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിച്ച് ഈസ് വെരി നൈസ്. പിന്നെ എക്സ്റ്റെൻഡഡ് സ്ക്രീൻ ഓഫ് ടൈം, 5 മിനിറ്റ് വരെ സ്ക്രീൻ ഓൺ ആയിട്ട് തന്നെ കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇൻആക്ടിവിറ്റിയിലോട്ട് പോകത്തുള്ളൂ. പിന്നെ ലൊക്കേഷൻ ആക്യുറസി വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ അത്യാവശ്യം ലൗഡ് തന്നെയാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് ക്യാപ്പിച്ച് തരാം. നോ കോപ്പി റൈറ്റ് പാട്ട്. സോ യാ, പെർഫോമൻസ് വൈസ് ഇസ് ഓൾസോ നൈസ്. BGMI യു ക്യാൻ പ്ലേ. സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് ഒരു 90 FPS ഗെയിമിംഗ് ഒക്കെ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് കിട്ടും. വേറൊരു കാര്യം, ഇറ്റ് ഹാസ് എ വേപ്പർ കൂളിംഗ് ചേംബർ വിത്ത് ഗ്രാഫൈറ്റ് ഷീറ്റ് കൂളിംഗ്. ഈ ഫോണ് ചൂടാവത്തുമില്ല. ത്രോട്ടൽ ടെസ്റ്റൊക്കെ ഇങ്ങനെ പുഷ്പം പോലെ പോകും. 7 ലക്ഷത്തി സംതിങ് ആൻറ്റുറ്റി സ്കോർ വരുന്നുണ്ട്. 7,30,000 അങ്ങനെ എന്തോ ആണ് ആൻറ്റുറ്റി സ്കോർ വരുന്നത്. വെരി നൈസ് ഫോൺ. ആകെ ഞാൻ പറഞ്ഞു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സൈറ്റിങ്. അതർ ദാൻ ദാറ്റ് ഓൾ ദീസ് സ്പെക്സ് മേക്ക് സെൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. ബാറ്ററിക്ക് ബാറ്ററി, ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേ. പിന്നെ മറ്റേ സാധനമില്ല, HDR സപ്പോർട്ടില്ല നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും. അത് വലിയ ഒരു വിഷയമൊന്നുമല്ല. അത് HDR കോണ്ടൻറ്റ് തന്നെ വളരെ കുറവാണ് ഈ ഉള്ളത്. ഡോൾബി വിഷയം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇറ്റ്സ് എ വെരി നൈസ് ഫോൺ.
ഞാൻ പറഞ്ഞില്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാൽ ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും അതും ഇതൊക്കെ എടുത്ത് കളയണം, അൺഇൻസ്റ്റാൾ ചെയ്തൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പോയുടെ കളർ OS ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊരു വിഷയമാണെങ്കിൽ ഓക്കെ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ 20,000 രൂപയുടെ താഴെ ഇതിൻ്റെ വില 17,999 രൂപ 128 GB, 19,999 രൂപ 256 GB വരുന്നത്. വേറെ ഏതോ ഒരു ഓഫർ എന്തോ ഞാൻ കണ്ടായിരുന്നു 15,999 128 GB കിട്ടുമെന്നൊക്കെ കേൾക്കണം. എനിക്ക് അറിഞ്ഞൂടാട്ടെ, എന്തോ ബാങ്ക് ഓഫർ എന്തോ തേങ്ങയാണ്. പക്ഷെ ഞാൻ വില കൊടുത്തത് 17,999 ഒരു ഒന്നും പറയാനില്ല. ഈസിലി യു ക്യാൻ സജസ്റ്റ് ദിസ് ഫോൺ. ഓപ്പോ വെൽ ഡൺ. ബട്ട് നിങ്ങൾ ഇത് ഓഫ്ലൈനിൽ കൊടുക്കാത്തത് മോശമായിപ്പോയി. ബിക്കോസ് എല്ലാ സാധാരണക്കാരനും ഒരു കടയിൽ പോയിട്ട് 20,000 രൂപയ്ക്ക് നല്ലൊരു ഫോൺ തരുമെന്ന് ചോദിക്കുമ്പോൾ വേറെ പല സാധനങ്ങളും നിങ്ങൾ തലയിൽ വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്കേണ്ട ഫോണിനെ ഓൺലൈനിലോട്ടും തട്ടിയിട്ട് ഇത് ഓഫ്ലൈനിൽ ഇറക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വീട്ടിലെ ഒരു പ്രായമായ ചേട്ടന്മാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ അമ്മമാരോ അമ്മുമ്മമാരോ എല്ലാവർക്കും ഈ ഫോൺ ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യാം. ഗെയിം കളിക്കുന്ന പിള്ളേർക്ക് വരെ യു ക്യാൻ സജസ്റ്റ് ദിസ് ഫോൺ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മുഖ്യമാണെങ്കിൽ ബിഗിലെ ആൻഡ് ഓൾസോ 50 MP മറ്റേ ടെലിഫോട്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് CMF ഫോൺ 2 Pro is a damn good option. അതിന് ശേഷം ഫോർ ബാറ്ററി ലൈഫ്, ഫോർ പെർഫോമൻസ്, ഫോർ ഡിസ്പ്ലേ, ഫോർ നോ ചൂടാവൽ, ഫോർ സ്വിഗ്ഗി ചേട്ടന്മാർ, ഫോർ ഊബർ ചേട്ടന്മാർ, ഡാം ഗുഡ് ഫോൺ. ഔട്ട്ഡോർ മോഡാണ് കേട്ടോ, അതൊരു ഒരു ഇതാണ്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കുണ്ടല്ലോ സുഖമായിട്ടാണ്. ഓൺലൈൻ സെൻട്രിക് ഫോണാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴിയും ഇതിൻ്റെ ഒഫീഷ്യൽ ഓപ്പോയുടെ പേജ് വഴി നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റത്തുള്ളൂ. AI പരിപാടികളൊക്കെ കൊണ്ടുവന്ന് മറ്റേ ആൾക്കാരെ ഇറേസ് ചെയ്ത് കളയുക, മറ്റേ നമ്മുടെ റിഫ്ലക്ഷൻ കട്ട് ചെയ്യുന്ന AI പരിപാടി, മറ്റേ സർക്കിൾ ടു സെർച്ച് തുടങ്ങിയ സാധനങ്ങൾ വരുന്നുണ്ട്. ജെമിനി ഗണേശൻ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഒരു കേസ് തരുന്നുണ്ടേ. എന്തോന്നടേ ഓപ്പോന് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. അല്ലാണ്ട് ഇങ്ങനെ ഒരു പർപ്പിൾ സിലിക്കൺ ഒരു കേസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈലി റെക്കമെൻഡ് ദിസ് ഫോൺ മാൻ. 20,000 താഴെ ഇതും CMF ഫോൺ 2 Pro തന്നെ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ അതാണ് എനിക്ക് ഓപ്പോ K30 പറ്റി പറയാനുള്ളത്. നിങ്ങൾ മേടിക്കുന്നവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ലോങ് ടേം റിവ്യൂവേഴ്സ് ഓൾസോ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ 20,000 താഴെ ഈസി റെക്കമെൻഡേഷൻ. ഒന്നും പറയാനില്ല. ഡാം ഗുഡ് ജോബ് വൺസ് അഗെയിൻ ഓപ്പോ. ഞാൻ പോകുന്നു. ഓപ്പോയെ പറ്റിയൊക്കെ നല്ലത് പറയണമെന്നൊരു അവസ്ഥ വരുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. വണ്ടാരം.